നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള തുടർന്ന് നൈപുണ്യ കോഴ്സുകളോ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിട്ടുള്ള യുവക്കൾക്കെല്ലാം 1000 രൂപ വീതം സംസ്ഥാന സർക്കാർ നൽകുകയാണ്. ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. employment.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്ന സുഗമമായിട്ട് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷകളുടെ എണ്ണവും കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ APL റേഷൻ കാർഡ് ഉള്ളവരെയും ഇതിലേക്ക് പരിഗണിക്കുന്നുണ്ട്. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. ഈ സുവർണ അവസരം നമ്മൾ പാഴാക്കാതിരിക്കുക. നിലവിൽ ഇപ്പോൾ +2 കോഴ്സുകളെല്ലാം പാസ്സായ ശേഷം സ്കിൽ കോഴ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ PG കോഴ്സിനൊക്കെ ശേഷം സ്കിൽ കോഴ്സുകൾ, BComന് ശേഷം ടാലിയൊക്കെ ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി നേടാൻ എളുപ്പത്തിൽ സഹായിക്കുന്ന വലിയ ദൈർഘ്യമില്ലാത്ത കോഴ്സുകൾ. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, വിവിധ കോഴ്സുകൾ പാസ്സായ ശേഷം ബാങ്ക് കോച്ചിങ് അല്ലെങ്കിൽ ബാങ്ക് എക്സാമിന് തയ്യാറെടുക്കുന്നവർ, RRBയുടെ അല്ലെങ്കിൽ UPSC SSCയുടെ കേരള PSC ഇങ്ങനെയുള്ള വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, അത് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ പോയി പരിശീലനം നേടുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ അപേക്ഷ വെക്കാൻ സാധിക്കും. എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. 14 ജില്ലകളിൽ നിന്നും ലഭിക്കുന്ന ആദ്യത്തെ 5 ലക്ഷം അപേക്ഷകരെ, അത് എല്ലാ രേഖകളും കൃത്യമായിട്ടുള്ളവരെയായിരിക്കും പരിഗണിക്കുക. 12 മാസത്തേക്കുള്ള ധനസഹായമാണ് വിതരണം ചെയ്യാൻ പോകുന്നത്. അതായത് 12,000 രൂപയോളം നമുക്ക് ലഭിക്കും. അടുത്ത വർഷം വീണ്ടും അപേക്ഷകൾ വിളിക്കുമ്പോൾ ഇതുവരെ അപേക്ഷയിൽ പരിഗണിക്കാതിരുന്നവരുണ്ടാകും, അല്ലെങ്കിൽ അർഹതയുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്കെല്ലാം പിന്നീട് ചേരാൻ സാധിക്കുന്നു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എന്നാൽ 30 വയസ്സ് പൂർത്തിയാകാത്തവർക്കായിരിക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത്. ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഏലം അതോടൊപ്പം തന്നെ റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർക്ക് പുനർനടീലിന് വേണ്ടി കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ധനസഹായത്തിനുള്ള അപേക്ഷകൾ ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. ഹെക്ടറിന് 75,000 അതിന് മുകളിലുമാണ് ധനസഹായം ലഭിക്കുക. പരമാവധി 2 ഹെക്ടറിന് വരെ ധനസഹായം അനുവദിക്കുന്നുണ്ട്. 25 സെൻറ്റോ അതിന് മുകളിലോ സ്ഥലം ഉണ്ടായിരിക്കണം. കാലാവസ്ഥയെ പ്രതിരോധിച്ച് മുന്നേറാൻ സാധിക്കുന്ന തരത്തിലുള്ള കൃഷി രീതിയായിരിക്കണം സ്വീകരിക്കുന്നത്. പുനർനടീലിന് വേണ്ടിയുള്ള ബന്ധപ്പെട്ട രേഖകൾ, അതായത് കൃത്യമായിട്ട് നമ്മൾ ഇത് മേടിച്ചതുമായി ബന്ധപ്പെട്ട് തെളിയിക്കുന്ന രേഖകളെല്ലാം ഹാജരാക്കേണ്ടതുണ്ട്. സ്ഥലത്തിൻ്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്ഥലവുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളോടൊപ്പം തന്നെ കർഷകൻ്റെ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന് പറയുന്ന സ്കീമിനെ ഉൾപ്പെടുത്തിയാണ് ഈ ധനസഹായ വിതരണം നടക്കുന്നത്. ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഏലം കൃഷി ചെയ്യുന്നവർക്കും അതോടൊപ്പം റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർക്കുമായിരിക്കും. ഈ അവസരം പാഴാക്കാതിരിക്കുക. എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷൻ നാളെ അവസാനിക്കുകയാണ്. ജനുവരി 20-ാം തീയതി വരെയായിരുന്നു തീയതികൾ നീട്ടിയിരുന്നത്. വിദ്യാർത്ഥിനികൾക്ക് ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ്, ട്യൂഷൻ ഫീസ് എന്നിങ്ങനെ ഡിഗ്രി തലം മുതൽ സ്കോളർഷിപ്പ് ലഭിക്കുന്ന പദ്ധതികളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് SLC +2 തലങ്ങളിൽ ഫുൾ A+, അതോടൊപ്പം തന്നെ ഡിഗ്രി PG തലങ്ങളിൽ 80% അതിന് മുകളിൽ മാർക്ക് വാങ്ങിയവർക്കൊക്കെ ക്യാഷ് അവാർഡ് പോലുള്ള സ്കീമുകൾ, അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ, നഴ്സിംഗ് ഡിപ്ലോമ ചെയ്യുന്നവർക്കൊക്കെ മറ്റ് സ്കോളർഷിപ്പുകൾ, ITI കോഴ്സുകൾ പാസ്സായവർക്ക് അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള സ്കോളർഷിപ്പ്, അങ്ങനെ വിവിധ മേഖലകളിലാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷകൾ വിളിച്ചിരുന്നത്. അതായത് ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ജൈനസിക്, പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്നവരായിരിക്കണം അപേക്ഷകൾ വയ്ക്കേണ്ടത്. ഇനി ആരെങ്കിലും അപേക്ഷകൾ വയ്ക്കാനുണ്ടെങ്കിൽ നാളെ കൂടി മാത്രമാണ് ഡേറ്റ് ഉള്ളത്. എത്രയും വേഗം അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഓൺലൈൻ വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഡോക്യുമെൻ്റ് എത്തിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.